ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോയുടെ തിരുസന്നിധിയില് അവിടുത്തെ കുരിശുമരണത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്കൊരല്പനേരം ശാന്തമായിട്ടിരിക്കാം. ജനിക്കുന്നതിന് മുൻപ് തന്നെ മരണം നേരിൽ കണ്ട, മരണത്തിന്റെ തീവ്രത അനുഭവിച്ച ഒരു ദൈവപുത്രൻ, ദൈവത്തിന്റെ പുത്രൻ എന്ന് അവകാശപ്പെടാൻ ഈ ലോകത്ത് മറ്റൊരു ജന്മവും നിലനിൽക്കാതിരിക്കെ ഈ ദൈവപുത്രൻ തന്റെ പിതാവായ ദൈവത്തിന്റെ സദൃശ്യം മുഴുവനും ഒഴിവാക്കി ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ കണ്ടതും നമ്മൾ വായിച്ചറിഞ്ഞതുമായ ഒരുപാട് 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 തിന്മയുടെ ശക്തികളുമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ട്. മതപീഡനമുണ്ട്, പള്ളി തകർക്കലും അതുപോലെയുള്ള ഒരുപാട് ദുരന്തങ്ങളിലൂടെ കടന്നുപോയ ഒരു വിശ്വാസമാണ് ദൈവവിശ്വാസം അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസം. ഇന്നും ഒരുപാട് ഓപ്പറേഷനുകൾക്ക് വിധേയമാകുന്നതാണ് കത്തോലിക്ക വിശ്വാസം. ഒരുപാട് ശാഖകൾ, ഒരുപാട് വിശ്വാസധാരകൾ, അങ്ങനെ മാറ്റങ്ങൾക്കും അതീതമായിട്ട് ഇന്നും കത്തോലിക്ക വിശ്വാസം നിലകൊള്ളുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമുക്കും ചിലപ്പോഴെങ്കിലുമൊക്കെ ദൈവത്തോട് ദേഷ്യം വരാറുണ്ട്. ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് ദൈവപുത്രൻ ചോദിച്ചതുപോലെ മനസ്സിന്റെ നീരാളിപ്പിടുത്തത്തില് സങ്കടങ്ങളും ദുഃഖങ്ങളും ശാപങ്ങളും മാത്രം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ നമ്മളും ചോദിച്ചിട്ടുണ്ടാകും, എന്തിനാണ് ഇങ്ങനെ ഒരു ദൈവമെന്ന്. ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നതിനേക്കാൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. പടവിൽ തലവെച്ചുറങ്ങിയപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ കാണുന്നില്ലേ? ഈ ഭൂകമ്പമോ, ഈ പ്രശ്നങ്ങളോ, ഈ കടബാധ്യതയോ, ഈ തിരമാലകളോ ഒന്നും നിന്നെ നശിപ്പിക്കാനുള്ളതല്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവിടുന്ന് നിശബ്ദനായിട്ടിരുന്നത്, അവിടുത്തെ സമയം വരുന്നത് വരെ. ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങളുടെ കടലിൽ സങ്കടങ്ങളുടെ കുരിശുമല കയറുമ്പോൾ അവിടുന്ന് നമ്മുടെ കുരിശെടുത്ത് മാറ്റിയില്ലെങ്കിൽ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ വചനം നെഞ്ചോട് ചേർത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നല്ല ഈശോയുടെ സന്നിധിയിൽ, ദൈവമേ എനിക്ക് നീ മതി, എന്റെ ഓഹരി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവിടുത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപാവരത്തിന് മാത്രം ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.